തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതോടെ പ്രതിസന്ധി തുറന്നുകാട്ടി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച പുതിയ പോസ്റ്റിട്ട യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാനായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി. സൂര്യ, ഈ ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടി സർക്കാർ എന്നുള്ള തരത്തിലൊക്കെ ചില സൂചനകളൊക്കെ ലഭിക്കുന്നു. എത്രത്തോളം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകും അത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന പുതിയ നീക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹമാണ് മെഡിക്കൽ കോളേജിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാതികൾ ഉയർത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ ആശുപത്രി കടന്നു പോകുന്നു, ഉപകരണങ്ങളില്ലാത്തതിനാൽ പലപ്പോഴും സർജറികൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ള അതിഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യവകുപ്പും കുറച്ചു മുമ്പ് DMEയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റിൽ പറയുന്നതൊക്കെ തന്നെ അവാസ്തവമാണ്, അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് DME പറഞ്ഞിട്ടുണ്ടായിരുന്നത്. DME പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം 4 ശസ്ത്രക്രിയകൾ യൂറോളജി വിഭാഗത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിൽ 3 ശസ്ത്രക്രിയകൾ കൃത്യമായിട്ട് നടക്കുകയും മറ്റൊന്ന് ചില സാങ്കേതിക തടസ്സം കാരണം മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഉപകരണങ്ങളില്ലാത്തതിന്റെ ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ല. ചില വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് ഹാരിസ് ചിറക്കൽ നടത്തിയതെന്നുള്ളതാണ് ആരോഗ്യ വകുപ്പും നൽകിയ വിശദീകരണം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് DME പറഞ്ഞു. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിലെ വിശദീകരണം ഡോക്ടറിനോട് തേടുമെന്നാണ് ആരോഗ്യ വകുപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഡോക്ടർ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ആദ്യം ഇട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള 2 ഫേസ്ബുക്ക് പോസ്റ്റും പിൻവലിച്ചുകൊണ്ട് പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞ പരാതികൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഹാരിസ് ചിറക്കൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, താൻ പഠിച്ച് വളർന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവർക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നത്. ആശുപത്രിയിൽ ഒരു വകുപ്പ് മേധാവിക്ക് രോഗികളുടെ മേൽ വലിയ ശ്രദ്ധ വേണം, അത് കാരണം തനിക്ക് തന്റെ കുടുംബ പരിപാടികളുടെ മറ്റ് ആഘോഷങ്ങളിലോ പോലും പങ്കെടുക്കാതെ ആശുപത്രിക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയായിരുന്നു താൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. അതിന് താഴെ അദ്ദേഹത്തിന് പിന്തുണയേകി ഒരുപാട് പേർ കമന്റും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും പരാതിപ്പെടുന്നുണ്ട്. രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ള പരാതികളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപ് തന്നെ ആരോഗ്യ വകുപ്പിനെ കണ്ട് നേരിട്ട് തന്നെ ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പരാതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആശുപത്രി സൂപ്രണ്ടിനോടും അതിന് മുകളിൽ DMEയോടും അടക്കം ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് പരാതിയാൽ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കുറച്ച് മുൻപ് ആദ്യം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നമ്മൾ ഓർമ്മിക്കണം. അതായത് ഈ നടപടികൾക്ക് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്നുള്ള ഒരു പദപ്രയോഗം അദ്ദേഹം ആദ്യം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സമാനമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ തലത്തിൽ വരെ അദ്ദേഹം ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ട്, നടപടികൾ വേണമെന്നുള്ളൊരു ആവശ്യം പരാതിയാൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിൽ മാസമാണ് ഇത്തരത്തിൽ 3 ഉപകരണങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് പ്രധാനമായിട്ടും മൂത്രനാളിയിലെ കല്ല് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, ലിത്തോക്ലാസ് പ്രോബ് ഉപകരണം വേണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതേ തുടർന്ന് ഏപ്രിൽ മാസം ആവശ്യം ഉന്നയിച്ചെങ്കിലും ജൂൺ 19-നാണ് ഇത് സംബന്ധിച്ചുള്ള പർച്ചേസിംഗ് ഓർഡർ കൊടുത്തത് എന്നുള്ള കാര്യം DME തന്നെ പറയുന്നു. അതായത് ഇത് അത്തരത്തിൽ പെട്ടെന്ന് ആവശ്യപ്പെടുമ്പോൾ വാങ്ങാവുന്ന, പർച്ചേസ് ചെയ്യാവുന്ന ഉപകരണമല്ല, ആവശ്യമനുസരിച്ച് നേരത്തെ തന്നെ മുൻകൂട്ടി വാങ്ങുന്ന ഉപകരണമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ആവശ്യം ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ തുടർന്ന് ഇത് പരിശോധിച്ച സമയത്താണ് ഇതിന്റെ വിലയിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായത്.
അതിനുശേഷം ജൂൺ 19-നാണ് ഈ പർച്ചേസിംഗ് ഓർഡർ നൽകുന്നത്. ആ പർച്ചേസിംഗ് ഓർഡർ ജൂൺ 19 നൽകിയിട്ടും ഇതുവരെയും ആ ഉപകരണം ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം DMA തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം അത് യൂറോളജി വിഭാഗത്തിലെ മേധാവി തന്നെ ഉന്നയിക്കുമ്പോൾ അതിൽ ഗൗരവമുണ്ട്, അതിൽ വസ്തുതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ മനസ്സിലാക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആദ്യം തള്ളിപ്പറഞ്ഞുകൊണ്ടും അതിൽ ഡോക്ടറോട് തന്നെ വിശദീകരണം തേടിക്കൊണ്ടും ഉള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പിന്റെയും DMAയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിഗൗരവതരമായിട്ട് ആ വിഷയത്തെ കാണാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു പല ഭാഗങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികളും കാര്യങ്ങളും തന്നെ ഉയരുന്നുണ്ട്. ഡോക്ടറെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും അത്രത്തോളം നിസ്സാരവൽക്കരിച്ച് ഈ വിഷയത്തെ തള്ളിക്കളയാൻ ആരോഗ്യവകുപ്പിന് ഉൾപ്പെടെ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും വലിയ സൗകര്യം ഒരുക്കിയിട്ടുള്ള ആരോഗ്യ മേഖലയാണ് നമുക്കുള്ളതെന്ന് എപ്പോഴും ആരോഗ്യവകുപ്പ് പറയാറുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ആരോഗ്യവകുപ്പിന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ഉന്നയിക്കുന്ന വിഷയം വളരെ നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗൗരവമായിട്ട് തന്നെ പരിശോധിച്ച് അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. നേരത്തെ വരെയും പരാതി ഉന്നയിച്ച ഡോക്ടറിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വകുപ്പാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടക്കം സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ പരാതി തന്നെ ആവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് നിരവധി പേർ വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന് തന്നെ ഒരു പരിശോധന സ്വയം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. DMA തന്നെ ഈ ഉപകരണത്തിന്റെ ലഭ്യത കുറവ് സംബന്ധിച്ചൊരു വിശദീകരണം ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും അദ്ദേഹം ആവശ്യപ്പെട്ട ഉപകരണം ജൂൺ 19 പർച്ചേസിംഗ് ഓർഡർ നൽകിയിട്ടും ഇതുവരെയും ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടെന്ന് DMA തന്നെ വ്യക്തമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സർജറി ഉൾപ്പെടെ മാറ്റിവെക്കേണ്ടതിൽ ഉപകരണത്തിന്റെ ലഭ്യത കുറവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനു മുൻപും ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യത ഇല്ലായ്മ കൊണ്ട് സർജറികൾ പലതും മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് വീണ്ടും ഹാരിസ് ചിറക്കൽ തന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിഗൗരവമായിട്ടുള്ള ഈ വിഷയം അത്രത്തോളം ഗൗരവതരമായിട്ട് തന്നെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുമോ, നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ശരി സൂര്യ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പഴയ പോസ്റ്റ് പിൻവലിച്ച് പുതിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ആ ഒരു നിലപാടിന് പിന്തുണയുമായി നിരവധി പേർ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിനോടക്കം പിന്തുണ അറിയിക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്താങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം കൂടുതൽ പിന്തുണയിലേക്കൊക്കെ എത്തിയൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് വലിയ രീതിയിൽ പിന്തുണ എത്തിയൊരു സാഹചര്യത്തിൽ സർക്കാർ എടുത്ത നിലപാട് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന ഒരാവശ്യവും കൂടി ഉയർന്നു വരുന്നുണ്ട്. സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി വി